തന്റെ അടുത്തിരുന്ന സാമ്പാർ പാത്രം നോക്കിയിട്ട് ഇത് തന്നെ വഴിയെന്ന് പറയുകയാണ് രാജീവ്. അതിനുശേഷം സാമ്പാർ എടുത്ത് തന്റെ ഷർട്ടിലേക്ക് ഒഴിക്കുകയാണ് രാജീവ്. അതിനുശേഷം ചാടി എഴുന്നേറ്റ് ശേഷേ എന്നാക്കുകയാണ് രാജീവ്. അന്നേരം എന്തു പറ്റിയെന്ന് പറഞ്ഞ് ശാലിനിയും ശാരികയും അവിടത്തേക്ക് വരികയാണ്. വാ കഴുകി തരാമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ശാരിക പറയുകയാണ്, വേണ്ട ശാലിനി, ഞാൻ ചെയ്തു കൊടുത്തോളാം. പെട്ടല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ച രാജീവിന്റെ മുഖം അപ്പോൾ പ്രസന്നമാവുകയാണ്. സംഗതി വർക്കൗട്ടായി എന്ന് പറയുമ്പോൾ ശാരിക പറയുകയാണ്, സാറുവ അവിടെ വെള്ളമുണ്ട്. ശാരികയുടെ പുറകെ പോകുന്ന രാജീവിനെ ഒന്ന് സംശയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ശാലിനി. ശാരിക വെള്ളം പാത്രത്തിലെടുക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഇങ്ങ് തന്നാൽ മതി, ഞാൻ കഴുകിക്കൊള്ളാം. തിരിഞ്ഞു നിന്ന് കഴുകുമ്പോൾ രാജീവ് പറയുകയാണ്, സത്യത്തിൽ ഇതിപ്പോൾ ഷർട്ടിൽ സാമ്പാർ വീണതല്ല, വീഴ്ത്തിയതാണ്. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇയാളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അതിക്രമം കാണിച്ചത്. എനിക്ക് തന്നോട് സംസാരിക്കണം, മനസ്സിലുള്ളത് തുറന്നു പറയണം, അത്രയുള്ളൂ. ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചില്ല. ഇനിയെങ്കിലും ഞാനത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. കുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എന്റെ മനസ്സിലുള്ളത് പറയാം. ചെറുപ്പം മുതലേ അധികം ആൾക്കാരുമായിട്ടൊന്നും ഇടപഴകുന്ന ആളല്ല ഞാൻ. ഒരു പഠിപ്പിസ്റ്റ്, പുസ്തകപ്പുഴു എന്നൊക്കെ ആളുകൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടൊക്കെ അധികം കൂട്ടുകെട്ടൊന്നും ഇല്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും എനിക്കറിയില്ല. എന്തിനാണ് ഇത്ര മുഖവരെയെന്ന് കുട്ടി ആലോചിക്കുന്നുണ്ടാകും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രതീക്ഷയുമൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ പ്രായത്തിലുള്ള ആൾക്കാരെ പോലെ ഒരു ദുശീലവും എനിക്കുണ്ടായിട്ടില്ല, ഒരു പ്രേമം പോലും. അല്ല, പ്രേമിക്കുന്നത് ഒരു കുറ്റമാണെന്നല്ല, മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാനും കൂട്ടുകൂടാനും ഒരു പെൺകുട്ടി വേണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കണ്ടു കിട്ടിയിരുന്നില്ല ഇതുവരെ. പക്ഷേ കുട്ടിയെ കണ്ടെന്നു മുതൽ എന്തോ ഒരിത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കണ്ടുമുട്ടിയതുപോലെ, നമ്മൾ തമ്മിൽ ഒരു പരിചയമുള്ളതുപോലെ. ഈ ഏതെങ്കിലും ഒരു പുലർകാലത്തിൽ കണ്ട സുന്ദര സ്വപ്നമാവാം, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ ആയിരിക്കാം. എന്തോ മറന്നുപോയൊരു തീവ്രജന്മം മനസ്സിൽ ഉറച്ചതുപോലെ. ഇനി അത് കൈവിട്ട് കളയാൻ വയ്യ. ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അമ്പലത്തിലും റോഡിലുമൊക്കെ പിന്നാലെ നടന്നത്. ഇനി കുട്ടിയുടെ മനസ്സിൽ ഉള്ളതെന്താണെന്ന് തുറന്നു പറയണം. എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. സത്യം പറഞ്ഞാൽ മനസ്സിൽ നിന്ന് ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെയുണ്ട് ഇപ്പോൾ. എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരാശ്വാസം. സാധാരണ കുട്ടി അടുത്തു വരുമ്പോൾ മനസ്സിൽ കരുതി വെച്ചതൊന്നും എനിക്ക് പറയാൻ പറ്റാറില്ല. കൈയും കാലുമൊക്കെ വിറയ്ക്കുന്നത് പോലെ തോന്നും. നെഞ്ചിടിപ്പ് കൂടും, ചെറുതായിട്ട് വിയർത്തും തുടങ്ങും. ശാരിക പുറകിൽ നിൽപ്പുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് രാജീവ് ഇതെല്ലാം പറയുന്നത്. അന്നേരം അവിടേക്ക് വരുന്ന ശാന്ത ഇത് കാണുകയാണ്. ഞാൻ സ്വപ്നത്തിലൊക്കെ നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ അത് മാറി, അതാണ് ഞാനെല്ലാം തുറന്നു പറഞ്ഞത്. അല്ല, കുട്ടിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അന്നേരം പുറകിൽ നിന്ന് ശാന്ത പറയുകയാണ്, ഇല്ല സാറേ, എനിക്കൊന്നും മനസ്സിലായില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ രാജീവ് ശാന്തയാണ് കാണുന്നത്. ആകെ ചമ്മിയ രാജീവ് ചോദിക്കുകയാണ്, പിന്നെ ശാന്തേച്ചി എന്താണ് കണ്ടത്? കേട്ടത് എന്താണ്? അതല്ലേ പറഞ്ഞത് സാറേ, ഞാനൊന്നും കേട്ടില്ലാന്ന്, എനിക്കൊന്നും മനസ്സിലായില്ലാന്ന്. ആറേതോ സ്വപ്നത്തിലാണെന്ന് മാത്രം മനസ്സിലായി. വെറുതെയാണോ സാമ്പാറൊക്കെ കൈതട്ടി ഷട്ടിൽ വീണത്? ആകെ നിരാശനായി ചമ്മി നിൽക്കുകയാണ് രാജീവ്. ശാന്താകത്തേക്കും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വണ്ടിയിൽ പോകുന്ന സത്യഭാമയാണ്. സത്യഭാമ ഫോണിൽ സംസാരിക്കുകയാണ്. ആ 33 ലക്ഷത്തിന്റെ കാര്യമല്ലേ, അത് നമ്മൾ സംസാരിച്ചതുപോലെ ആ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതിയേ പറ്റൂ. ഇല്ല, ഞാൻ അല്പം വൈകും, അല്പം പർച്ചേസ് ഉണ്ട്. പിള്ള കണക്കെല്ലാം റെഡിയാക്കി വെക്കുക, ഞാൻ വന്നിട്ട് നോക്കിക്കോളാം. ജ്വല്ലറിയുടെ മുൻപിലേക്ക് വണ്ടി എത്തുമ്പോൾ വണ്ടി നിർത്തുകയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, എന്താടോ ആ വണ്ടി മാറ്റുന്നില്ല? താൻ ഹോൺ അടിക്ക്. ഹോൺ അടിച്ചിട്ടും വണ്ടി മാറ്റാത്തത് കണ്ട് ദേഷ്യപ്പെട്ട് സത്യഭാമ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഡ്രൈവർ സീറ്റിന്റെ ഗ്ലാസിൽ തട്ടുമ്പോൾ ഡ്രൈവർ ഗ്ലാസ് താഴ്ത്തുകയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, എന്താടോ വേറെ വണ്ടിക്കൊന്നും കയറണ്ടേ? നേരം ജ്വല്ലറിയിൽ നിന്നും പുറത്തേക്ക് വന്ന വസുമതി ചോദിക്കുകയാണ്, കയറുണ്ടെങ്കിലോ? വസുമതിയുടെ അടുത്തേക്ക് ദേഷ്യത്തോട് ചെന്ന സത്യഭാമ ചോദിക്കുകയാണ്, ഓ നീ ആയിരുന്നല്ലേ, അതാണ് കാറിന് പോലും ഇത്രയ്ക്കങ്ങ് അഹങ്കാരം. വസുമതി കളിയാക്കി ചോദിക്കുകയാണ്, അതെ, എന്താ കണ്ടിട്ട് നിനക്ക് പിടിച്ചില്ലേ? പ്രദർശനം കാണാൻ ഇപ്പോൾ സമയമില്ല, വണ്ടി എടുത്ത് മാറ്റാൻ പറയ് വസുമതി, അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആവും. അന്നേരം വസുമതി പറയുകയാണ്, ഒത്തിരി ബുദ്ധിമുട്ടാണ്, എന്റെ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല, മുന്നോട്ടെടുത്താൽ പിന്നെ പിന്നോട്ടില്ല, അതാണ് ശീലം. സത്യഭാമ പറയുകയാണ്, അതെനിക്കറിയാം, ഒരു പിഞ്ചു കുഞ്ഞിന്റെ കഴുത്ത് ഞെരിക്കണമെന്ന് നീ തീരുമാനിച്ചാലും നീ അത് ചെയ്തിരിക്കും. കുറെ അനുഭവിച്ചതാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാനും എന്റെ കുടുംബവും. തൽക്കാലം വിശേഷമൊന്നും ഇവിടെ വിളമ്പാൻ നിൽക്കേണ്ട. മര്യാദയ്ക്ക് വണ്ടിയെടുത്ത് മാറ്റിയിട്ട് പോകാൻ നോക്ക്. എനിക്കിവിടെ ചില ഓർഡർ കൊടുത്തിട്ട് പോകാനുള്ളതാണ്. പറഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങുന്ന സത്യഭാമയെ കൈകൊണ്ട് തടയുകയാണ് വസുമതി. വസുമതി ചോദിക്കുകയാണ്, നിനക്കെന്താ സത്യഭാമയെ ഇത്ര തിരക്ക്?
വീട്ടുമുറ്റത്തൊരു മേശയിട്ടിരുന്നാൽ പലിശ പണം കൃത്യമായിട്ട് എത്തിക്കോളുമല്ലോ. ഞങ്ങളെ പോലെ പുറത്തിറങ്ങി അധ്വാനിക്കാത്ത കാശ്. ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, മതി നിർത്ത്. നോക്ക്, നേരും നെറിയും വിട്ട ഒരു കച്ചവടവും ഇതുവരെ സത്യഭാമയ്ക്കില്ല. കാശ് കയ്യിൽ ഇല്ലാത്തവരുടെ കുത്തിരി പിടിച്ച് ഒന്നും വാങ്ങിയിട്ടില്ല ഇതുവരെ സത്യഭാമ. കൊള്ള പലിശ കവർന്നു വാങ്ങി ആരുടെയും വീടും കുടിയും കവർന്നിട്ടുമില്ല. എന്നിട്ടും പലവട്ടം ബ്ലേഡ് എന്ന പേര് പറഞ്ഞ് നീ എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിച്ചു. പക്ഷേ നീ ഒന്ന് മറക്കരുത്, നിന്റെ മകൻ എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും ഇതേ ബിസിനസ് തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. വലവീശി പിടിച്ചതൊന്നുമല്ല നിന്റെ മകനെ ഞങ്ങൾ. സുമതി മറുപടി പറയുകയാണ്, വലവീശി പിടിച്ചതൊന്നുമല്ല, സമ്മതിച്ചു. പക്ഷേ നിന്റെ മകൾ എന്റെ മകനു മേലെ നീരാളിയായി പിടിമുറുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞാൻ. നീരാളിയായി പിടിമുറുക്കിയിരിക്കുന്നത് എന്റെ മകൾ പ്രീതിയല്ല, നിന്റെ മകൻ അർജുനാണ്. ബന്ധം വേണ്ടാന്ന് വിചാരിച്ചിട്ടും അമ്പലപ്പറമ്പിലും അങ്ങാടിയിലുമൊക്കെ എന്റെ മകളെ കാണാൻ ഒളിച്ചു വരുന്നത് അവനാണ്. ആ നാണം കെട്ടവൻ എന്ന് പറയുമ്പോൾ വസുമതി പറയുകയാണ്, അങ്ങനെ ഒളിച്ചു വരുന്നുണ്ടെങ്കിലേ അത് നിന്റെ മകളുടെ കള്ള സാമർഥ്യം കൊണ്ടാണ്. കണ്ണും കൈയും കാണിച്ച് അവൾ വീണ്ടും എന്റെ മകനെ മയക്കിയിട്ടുണ്ടാകും. ഡി എന്ന് പറഞ്ഞ് സത്യഭാമ കൈ ചൂണ്ടുകുമ്പോൾ ഡേ എന്ന് പറഞ്ഞ് വസുമതിയും കൈ ചൂണ്ടുകയാണ്. വസുമതി പറയുകയാണ്, കൂടുതൽ കത്തി അങ്ങോട്ട് കയറേണ്ട, ഏതായാലും അതിമോഹമൊന്നും വേണ്ടാന്ന് പറഞ്ഞേക്ക് മോളോട്. പറമ്പിലും അങ്ങാടിയിലുമൊക്കെ അവൻ വന്ന് കണ്ടാൽ അതിന്റെ നാണക്കേട് പെണ്ണിനെ ഉണ്ടാവുകയുള്ളൂ. നോക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രീതി ഇനിമേലിൽ എനിക്കൊരു അടഞ്ഞ അധ്യായം മാത്രമാണ്. എന്റെ മകൻ അർജുൻ ശങ്കറിന്റെ ജീവിതത്തിലേക്ക് ഞാനൊരു പുതിയ പെണ്ണിനെ വരുത്താനിരിക്കുകയാണ്. അത് കേട്ട് അന്തം വിടുന്ന സത്യഭാമയോട് വീണ്ടും വസുമതി പറയുകയാണ്, മനസ്സിലായില്ല അല്ലേ? അവന് ഞാൻ വേറൊരു കല്യാണം ആലോചിക്കുന്നുവെന്ന്. നിന്നേക്കാളും അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ. കൊള്ളാം, കെട്ടിയ പെണ്ണിനെയും അവളുടെ വയറ്റിൽ കൊടുത്ത കുഞ്ഞിനെയും ചുമക്കാൻ പറ്റാത്തവന് ഇനിയും കല്യാണം. ഭേഷായിരിക്കും, അതെ ഭേഷായിരിക്കും. ഇനി നിന്റെ മോളെ നീ വീട്ടിൽ തന്നെ പൂട്ടിവെച്ചാൽ മതി സത്യഭാമേ. നീ എനിക്കോ എന്റെ മകനോ വേണ്ട അവളെ. നാടും നാട്ടുകാരും അറിഞ്ഞ് മഹാലക്ഷ്മിയെ പോലൊരു പെണ്ണിനെ കൊണ്ട് അവന്റെ കെട്ട് ഞാൻ നടത്തും ഉടൻ തന്നെ. അതിശമൂത്ത് സത്യഭാമ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം ഇവിടെ വെച്ച് ഞാൻ പറയുന്നു. അതിനു മുൻപ് ഞാൻ എന്റെ മകളുടെ കല്യാണം നടത്തും. ഒരു പയ്യനെ കൊണ്ട് എന്ന് പറയുമ്പോൾ വസുമതി പറയുകയാണ്, അതെന്റെ വിഷയം അല്ല സത്യഭാമേ, നിനക്കിഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം. തിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്, ഇത് നിന്റെ കൂടി വിഷയമാണ് വസുമതി. കാരണം നാടടച്ച് കുറിയടിച്ച് നാട്ടുകാരെ ക്ഷണിക്കുമ്പോൾ കതിർമണ്ഡപത്തിന് മുൻപിൽ കല്യാണത്തിന് സാക്ഷിയായി നീയുമുണ്ടാകും. കാരണം എന്റെ മകൾ പ്രീതിയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടുന്നത് മറ്റാരുമല്ല, എന്റെ മകൻ തന്നെയായിരിക്കും അർജുൻ ശങ്കർ. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ കേട്ടോ, എന്റെ മകളുടെ ഗർഭം കലങ്ങാൻ കാരണക്കാരൻ ആരാണോ അവനെ കൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടിച്ച് പ്രായശ്ചിത്തം ചെയ്യിക്കും ഞാൻ. അതിനു മുൻപ് കണ്ണീരുകൊണ്ട് അവൻ അവളുടെ കാല് കഴുകും. കഴിഞ്ഞതിലെല്ലാം അവനെ കൊണ്ട് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കും ഈ സത്യഭാമ. കാണാനേ നീ വേണം കൂടെ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് വസുമതി പറയുകയാണ്, മലക്കൊടിക്കാരന്റെ സ്വപ്നം ഈ ബ്ലേഡ് സത്യഭാമയ്ക്കോ? നീ ഒരു തവണ അവനെ കൊണ്ട് അവളുടെ കാല് പിടിപ്പിക്കാൻ നോക്കിയിട്ട് എന്തായി? കണ്ണീർ തൂകുന്നതും കാല് പിടിക്കുന്നതും എന്റെ മകൻ അർജുനാകില്ല, നീയാകും നിന്റെ മകളുടെ ദുർഗതിയോർത്ത്. നമുക്ക് കാണാം എന്ന് പറഞ്ഞ് വസുമതിയെ വെല്ലുവിളിച്ചിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് സത്യഭാമ. ആകെ കലിതുള്ളി നിൽക്കുന്ന വസുമതി അകത്തേക്ക് കയറി പോകുന്ന സത്യഭാമയെ വിരൽ ഞൊടിച്ച് ഡേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഒരു കാര്യം കൂടി കാണാൻ ഞാൻ നിന്നെ ഇപ്പോഴേ ക്ഷണിക്കുന്നു. ഞാൻ തീരുമാനിക്കുന്ന എന്റെ മകന്റെ കല്യാണം. വധു നിന്റെ മകളാകില്ല എന്നു മാത്രം. കണ്ടു കഴിഞ്ഞാൽ ഇലയിട്ട് നിറച്ചുണ്ടിട്ടേ പോകാവൂ. എന്റെ ചലഞ്ചാണിത്. സത്യഭാമയെ വെല്ലുവിളിച്ച് കാറിൽ കയറി പോവുകയാണ് വസുമതി. പിന്നീട് കാണിക്കുന്നത് മഴയത്ത് റോഡരികിൽ തന്റെ സ്കൂട്ടിയുടെ അടുത്തെത്താൻ ഓട്ടോയിൽ വന്നിറങ്ങുന്ന ശാലിനിയാണ്. പെട്രോളും വാങ്ങി വന്നതായിരുന്നു ശാലിനി. ടാങ്കിലേക്ക് ശാലിനി പെട്രോൾ ഒഴിക്കുമ്പോൾ അവിടേക്ക് ജീപ്പിൽ എത്തുകയാണ് വിഷ്ണു. ശാലിനിയെ കണ്ട് ഗ്ലാസ് താത്തി വിഷ്ണു ചോദിക്കുകയാണ്, ഹലോ എന്തു പറ്റി? വിഷ്ണുവിനെ കണ്ട ശാലിനി വിഷ്ണു വീഴാതെ തന്നെ പിടിച്ചതും പിന്നീട് സുസ്മിതയെ പിടിച്ചതുമൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് ബ്രോക്കറുടെ കയ്യിൽ നിന്നും വിഷ്ണുവിന്റെ ഫോട്ടോ കിട്ടിയതും ശാലിനി ആലോചിക്കുകയാണ്. മഴയത്ത് കുട പിടിച്ചുകൊണ്ട് പെട്രോൾ ഒഴിക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് വണ്ടിയിൽ നിന്നും ഇറങ്ങി കുടയുമായി വിഷ്ണുവും എത്തുകയാണ്. അടുത്തെത്തിയ വിഷ്ണു ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തു പറ്റി? പെട്രോൾ തീർന്ന് വണ്ടി വഴിയിൽ നിന്നു അല്ലേ? എന്തിനാണ് ഇങ്ങനെ കാശ് ലാഭിക്കുന്നത്? അടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ അടിച്ചുകൂടെ? സർവ്വ സിഗ്നൽ കാണിച്ചാൽ ഉടൻ പോയി പെട്രോൾ അടിച്ചോളണം. അപ്പോ പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ. ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, ഇയാൾ അഭിപ്രായം പറയാൻ ഇങ്ങോട്ട് ആരെങ്കിലും ക്ഷണിച്ചോ? ഇയാളുടെ പണി നോക്കിപ്പോയ വെറുതെ ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുന്നു.
ശാലിനി ദേഷ്യപ്പെടുന്നത് കൊണ്ട് സങ്കടം വന്ന വിഷ്ണു ചോദിക്കുകയാണ്, ഇതെന്താടോ താനൊരുമാതിരി വെറുത്തതുപോലെ? വഴിയിൽ തന്നെ കണ്ടപ്പോൾ ഒന്ന് സൗഹൃദത്തോടെ സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ? ശാലിനി ചോദിക്കുകയാണ്, എന്തോന്ന് സൗഹൃദം? പെണ്ണുങ്ങളെ വീഴ്ത്താനുള്ള ഇയാളുടെ പതിവ് നമ്പരൊന്നും ഈ ശാലിനിയുടെ അടുത്ത് വേണ്ട. ഇതേ ആള് വേറെയാണ് എന്ന് പറയുമ്പോൾ അന്തം വിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, പെണ്ണുങ്ങളെ വീഴ്ത്താനോ? അതെ, കാണാൻ വലിയ തരക്കേടില്ലാത്തത് കൊണ്ട് ഇയാളെ പോലുള്ള ഒരുപാട് വായി നോക്കികളെ പരിചയമുണ്ട് എനിക്ക്. ഇങ്ങോട്ടെ മുട്ടാൻ വരണ്ടാന്ന്. ഞാൻ വായി നോക്കിയോ? എന്തൊക്കെയാടോ താനീ പറയുന്നതേ മലയാളം. അല്ല, ഇയാളെ എത്ര പെണ്ണുങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോ കല്യാണം കഴിക്കാമെന്ന്? എന്റെ ദൈവമേ, ഞാൻ വാക്ക് കൊടുത്തെന്നോ? അല്ല, അതിനു പുറമെ നാട് നീളെ കല്യാണാലോചനയും. അല്ല, കുട്ടി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ശാലിനി പറയുകയാണ്, ദേ ഞാൻ എത്ര കുട്ടിയൊന്നുമല്ല. ശരി, അല്ല കുട്ടിയല്ല. വീണ്ടും ശാലിനി പറയുകയാണ്, വിവാഹ വാഗ്ദാനം കൊടുത്ത് വഞ്ചിക്കുന്നതിനൊക്കെ IPCയിലുള്ള ശിക്ഷ എന്താണെന്ന് അറിയുമോ തനിക്ക്? ആകെ പരിഭ്രമിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, അല്ല ഞാനിപ്പോ എന്തിനാ അതൊക്കെ അറിയുന്നത്? അറിയില്ല എന്നുണ്ടെങ്കിലേ ചൊറിയുമ്പോൾ അറിഞ്ഞോളും. ഒരു അയ്യോ പാവം നടക്കുന്നു, നല്ല അഭിനയം. ഒന്നും മനസ്സിലാകാതെ വിഷ്ണു പറയുകയാണ്, അല്ല ഇയാള് വല്ലാതെ അങ്ങ് ചൊറിയല്ലേ, കാര്യം എന്താണെന്ന് പറവച്ചേ. പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇയാള് കണ്ട മറ്റു പെണ്ണുങ്ങളെ പോലെ അല്ല ഞാൻ, അത്ര തന്നെ. ഒന്നും മനസ്സിലാകാതെ വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ്, എന്ന് പറഞ്ഞാൽ? കുറെ നാളായിട്ട് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും പിന്നാലെ കാണും, ഒരു നിഴല് പോലെ കാണും. അതൊക്കെ യാദൃച്ഛികമാണെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയ രണ്ട് അമ്മാവന്മാരെ കൊണ്ടുവന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇയാളുടെ ഉള്ളിൽ ഇത്തിരി മനുഷ്യത്വമുണ്ടല്ലോ എന്ന് കരുതി ഒത്തിരി ആദരവ് തോന്നി. പക്ഷേ പെണ്ണെന്നെഴുതി വെച്ചാൽ അവിടെ ഫ്രീസായി പോകുന്ന ഒരു വായി നോക്കി ആണ് ഇയാളെന്ന് പിന്നീടാണ് എനിക്ക് പിടികിട്ടിയത്. ഇത് കേട്ട് എന്തെന്ന് ചോദിക്കുകയാണ് വിഷ്ണു. പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞ ശേഷം കുടമടക്കി സ്കൂട്ടിയിൽ വെച്ച് പോകാനൊരുങ്ങുന്ന ശാലിനിയുടെ വണ്ടി തടഞ്ഞിട്ട് വിഷ്ണു പറയുകയാണ്, പോകാൻ വരട്ടെ. താനിപ്പോ പറഞ്ഞത് എന്താണെന്ന് വിശദീകരിച്ചിട്ട് താൻ പോയാൽ മതി. ശാലിനി പറയുകയാണ്, അതിനെനിക്ക് മനസ്സില്ലെങ്കിലോ? ഇയാൾ എടുക്കടോ കൈയെന്നും പറഞ്ഞ് വിഷ്ണുവിന്റെ കൈ വണ്ടിയിൽ നിന്നും തട്ടിമാറ്റുകയാണ് ശാലിനി. അതിനുശേഷം വണ്ടി എടുത്തു പോവുകയാണ് ശാലിനി. വിഷ്ണു കരുതുകയാണ്, ചേടാ പെട്ടെന്ന് ഇങ്ങനെ പെരുമാറാൻ എന്താ കാരണം? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് രാഘവൻ നായരെ പരിപാലിക്കുന്ന സത്യഭാമയാണ്. മതി ഭാമയെന്ന് രാഘവൻ നായർ പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഇപ്പോ തീരും, ഇനി ഒരു 2 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞ് രാഘവൻ നായരുടെ വിരലുകളൊക്കെ മസാജ് ചെയ്യുകയാണ് സത്യഭാമ. സത്യഭാമ ചോദിക്കുകയാണ്, എന്തു പറ്റി രാഘവേട്ട, കണ്ണു നിറഞ്ഞിട്ടുണ്ടല്ലോ? ഒന്നുമില്ല, എനിക്ക് വേണ്ടി നീ ഇത്രയേറെ കഷ്ടപ്പെടുന്നു എന്നോർക്കുമ്പോൾ ഒരു വിഷമം. എന്തിനാ വെറുതെ സമയം പാഴാക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? അത് കേട്ട് രമണൻ പിള്ള പറയുകയാണ്, അങ്ങനെയൊന്നും സാറ് പറയരുത്. 1 മാസം മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൈയുടെ ചലനത്തിന് ഇപ്പോൾ മാറ്റമുണ്ട്. സാറിങ്ങനെ നിരാശപ്പെട്ടാൽ സത്യാമ്മയ്ക്കാണ് അത് സങ്കടം വരുന്നത്. സത്യഭാമ പറയുകയാണ്, ഭർത്താവ് തളർന്നു വീണപ്പോഴും ഒരു വശം ചലനശേഷി നഷ്ടപ്പെട്ടപ്പോഴോ സത്യഭാമ കരഞ്ഞില്ല പിള്ളച്ചേട്ടാ. മറിച്ച് അടുത്ത് ഞാനുണ്ടല്ലോ എന്ന സമാശ്വാസം മാത്രമേ എനിക്കുള്ളൂ. ഇനിയും എനിക്ക് ആരോഗ്യവും ആയുസ്സും ഉള്ളിടത്തോളം കാലം ഈ സേവനം ഇങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് പിള്ളച്ചേട്ടനെ കൊണ്ടുപോലും ഞാൻ ഈ തടവാൻ സമ്മതിക്കാത്തത്. സത്യഭാമ പറയുകയാണ്, അല്ല അറിഞ്ഞില്ലല്ലോ കാര്യങ്ങൾ. രാഘവേട്ടനെ ഈ അവസ്ഥയിൽ എത്തിച്ചവൻ ഇപ്പോഴും പൊളിച്ചു നടക്കുന്നുണ്ട് ഈ നാട്ടിൽ. അഹങ്കാരം കുറയുകയല്ല, കൂടിയിട്ടേ ഉള്ളൂ ഇപ്പോഴും. രാഘവൻ നായർ ചോദിക്കുകയാണ്, ഭാമ കണ്ടായിരുന്നു അവരെ? വിശേഷങ്ങൾ കുറെ പാടി നടക്കുന്നുണ്ട് നാട്ടുകാർ. ആദ്യം ഞാനൊന്നും വിശ്വസിച്ചില്ല, പക്ഷേ വസുമതിയുടെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കേണ്ടി വന്നു. അപ്പോഴാണ് സംഗതി കൈവിട്ടു പോയോന്ന് സംശയിച്ചത്. ഈ സംസാരം ശ്രദ്ധിക്കുകയാണ് പ്രീതി. എന്താ ഭാമയെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, അവനെ ആ അർജുന് വേറെ വിവാഹം ആലോചിക്കുന്നു എന്ന്. അത് കേട്ട് ആകെ ഞെട്ടുകയാണ് പ്രീതി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.